നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു പെറ്റമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും വാത്സല്യവും എല്ലാം വന്ദനയിൽ നിന്ന് അവൾക്ക് കിട്ടുന്നുണ്ട്. അതൊരു പുണ്യപ്രവൃത്തിയല്ലേ സാറേ? കൊള്ളാം. ഭാര്യയെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുകയാണല്ലേ? മിസ്റ്റർ മാധവൻ, കോടതിക്ക് വേണ്ടത് സഹാനുഭൂതിയും അനുകമ്പയും ഒന്നുമല്ല, തെളിവുകളും സാക്ഷികളുമാണ്. ഹേബിയസ് കോർപ്പസാ അവര് ഫയൽ ചെയ്യാൻ പോകുന്നത്. കുടുംബത്തോടെ അകത്ത് പോകുമല്ലോടോ മാധവൻ നായരെ. ഒരു സുപ്രഭാതത്തിൽ രാഖിയുടെയും സാഗറിന്റെയും സംരക്ഷണയിലുള്ള കുട്ടിയെ കാണാതാകുന്നു. കുട്ടിയെ കണ്ടെത്തി കൊടുക്കണമെന്നാണ് പരാതി. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നാൽ അത് അന്വേഷിച്ചല്ലേ പറ്റൂ. അങ്ങനെയാണ് കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാകുന്നത്, അതും വീട്ടുതടങ്കലിൽ. സർ, കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം എന്റെ വീട്ടിൽ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. അതെങ്ങനെ വീട്ടുതടങ്കലാവുക? ഓഹോ, അരിയും തിന്ന് ആശാരിച്ചിയും കടിച്ചിട്ട് ശൗര്യം കാണിക്കുന്നുണ്ടോ മാധവ? പിന്നെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയവരോട് പള്ളിയിലച്ചന്റെ ഭാഷയിൽ സംസാരിക്കണോ? എന്തുദ്ദേശത്തിലാടി നീയും നിന്റെ കുടുംബക്കാരും കൂടി ഈ കൊച്ചിനെ പൊക്കിയത്? സാർ, അല്പമെങ്കിലും മര്യാദ കാണിക്കണം. മിണ്ടരുത് നീ. മിണ്ടിയാൽ ചവിട്ടി നട്ടല്ലൊടിക്കും ഞാൻ. ഓ, കണ്ണും കൈയും കാണിച്ചൊരു കോടീശ്വരനെ വളയ്ക്കാൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ. അപ്പൊ പിന്നെ കിഡ്നാപ്പ് ചെയ്യാന്ന് കരുതി അല്ലേ? അവയവ കച്ചവടക്കാരന് വിറ്റാൽ കോടികൾ ഉണ്ടാക്കാവല്ലോ അല്ലേ? ഒന്ന് നിർത്തോ? ഇത് മീൻചന്തയല്ല, പോലീസ് സ്റ്റേഷനാ. നിന്റെ തിളപ്പൊക്കെ അങ്ങ് പുറത്ത്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. പ്രതികളെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു. ഒന്നും അത്ര പെട്ടെന്ന് കുറ്റം സമ്മതിക്കുന്ന ഇനങ്ങളല്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കുള്ള ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്നാ തോന്നുന്നത്. കുട്ടിയെ ഇവർക്ക് തെരുവിൽ നിന്ന് കിട്ടിയ മട്ടിൽ ആ സംസാരം. വിവരവും സംസ്കാരവും തൊട്ട് തീണ്ടിട്ടില്ലാത്തവരാ. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തെരുവിൽ വലിച്ചെറിഞ്ഞ ഇവരെയൊക്കെ മര്യാദ പഠിപ്പിക്കണം സാർ. പോക്സോ എടുത്ത് പ്രയോഗിക്കുക. പഠിപ്പിച്ചിരിക്കും. വേണ്ടി വന്നാൽ പോക്സോ എടുത്ത് പ്രയോഗിക്കും ഞാൻ. സാറേ, ഞങ്ങൾക്കെതിരെ കള്ള പെറ്റീഷൻ തന്നവരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ ചോദ്യം ചെയ്യരുത്. നീതിക്ക് നിരക്കാത്തതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. സാധുക്കളായി ഞങ്ങളെ വിട്ടയക്കണം സാറേ. ഞങ്ങൾക്ക് നീതി കിട്ടണം സാറേ. ശരി, നിങ്ങൾക്ക് ഞാൻ നീതി നിഷേധിക്കുന്നില്ല. രാജേഷ്, ദേവിക സർ, രണ്ടിനെയും പിടിച്ച് ലോക്കപ്പിലിട്. ദിയമോളെ ജീവിതകാലം മുഴുവൻ സ്വന്തം മകളെ പോലെ സംരക്ഷിക്കാനുള്ള അവകാശം വന്ദനയ്ക്കാണെന്ന് രാജീവോ വിദ്യാമ്മയോ എഴുതി തന്നിട്ടുണ്ടോ? മുദ്രപത്രത്തിൽ അങ്ങനെ ഒരു അവകാശം എഴുതി തന്നിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം.
അപ്പോ കൈയടിച്ചു സത്യം ചെയ്തു എന്ന സെന്റിമെന്റ്സ് മാത്രമാണ് വന്ദനയ്ക്കുള്ള അവകാശവാദത്തിന്റെ പിൻബലം. വന്ദന, ഞാൻ നേരത്തെ പറഞ്ഞതാ, പോലീസുകാർക്കും കോടതിക്കും ഒക്കെ വേണ്ടത് സെന്റിമെന്റ്സ് അല്ല, ആധികാരികമായിട്ടുള്ള രേഖകളും തെളിവുകളുമാണ്. അതില്ലാത്ത സ്ഥിതിക്ക് കുട്ടിയുടെ അവകാശം സ്വന്തം ആന്റിയായ രാഖിക്കും ഭർത്താവ് സാഗറിനുമാണ്. കുട്ടിയെ രാഖിക്ക് വിട്ടുകൊടുക്കണം. ഇല്ല, ഞാൻ രാഖിയുടെ കൂടെ പോവില്ല. എന്റെ വന്ദന അമ്മയുടെ ഒപ്പം അല്ലാതെ ഞാൻ ആരുടെ കൂടെയും പോവില്ല. പോലീസ് അങ്കിളെ, എന്നെ അമ്മയുടെ കൂടെ വിട്ടാ മതി. കുട്ടി, വെറുതെ വാശി പിടിക്കരുത്. മര്യാദയ്ക്ക് പറയുന്നതനുസരിക്ക്, ഇല്ലെങ്കിൽ തല്ലുകൊള്ളും നീ. തല്ലിക്കൊന്നാലും ഞാൻ ഇവരോടൊപ്പം പോവില്ല. ഇവരൊക്കെ ചീത്തയാ. എനിക്ക് എന്റെ അമ്മയെ മാത്രം മതി. അമ്മേ, കൊണ്ടുപോ. ഇറങ്ങി വാടോ. പറഞ്ഞു അമ്മേ, പോയിങ്ങോട്ട്. മാറിക്കോട്. നിക്കടി. മോളെ, മോളെ, എന്റെ മോളെ, എന്റെ മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.